ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ. നവകേരള സദസ്സിനോടനുബന്ധിച്ച് സർക്കാർ ഓഫീസുകൾ ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാനുള്ള സർക്കാർ തീരുമാനം പ്രതിഷേധാർഹമാണെന്ന് തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അറിയിച്ചു. ക്രൈസ്തവർ വിശുദ്ധമായി ആചരിക്കുന്ന ഞായറാഴ്ച ആചരണത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ തീരുമാനം ക്രൈസ്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. മതബോധന ക്ലാസുകൾ നയിക്കുന്നതും ഇവരിൽ ചിലരാണെന്നിരിക്കെ മതബോധനവും തടസ്സപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാകില്ലെന്നും പാസ്റ്ററൽ കൗൺസിൽ ചൂണ്ടിക്കാട്ടി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഞായറാഴ്ച ആചരണത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതിനാൽ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോർജ് തൈലം പ്രതിഷേധിച്ചു. വലിയ ജനപങ്കാളിത്തം ലക്ഷ്യമിട്ട് സർക്കാർ ആരംഭിക്കുന്ന നവകേരള സദസ് പര്യടനത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിൽ 19 ഞായറാഴ്ച പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ സർക്കാർ ജീവനക്കാരും അതാത് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഇ ഇമ്പശേഖർ അറിയിച്ചിരുന്നു. അതിനാൽ നവംബർ 19 ഞായറാഴ്ച ജില്ലയിലെ എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും പ്രവൃത്തി ദിനമായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഞായറാഴ്ചകളിൽ പൊതുപരീക്ഷകളും പഠന ക്യാമ്പുകളും ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ നേരത്തെ തന്നെ വിവിധ ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ജില്ലയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പ്രവൃത്തി ദിനമാക്കിക്കൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത്. നവംബർ 18 മുതൽ ഡിസംബർ 24 വരെയാണ് നവകേരള സദസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 18-ാം തീയതി മഞ്ചേശ്വരത്താണ് സദസ്സിന് തുടക്കം കുറിക്കുക. അതേസമയം ഞായറാഴ്ച ഉൾപ്പെടെ പ്രവൃത്തി ദിനമാക്കിയ നടപടി സ്വന്തമായി എടുത്തതാണെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. സർക്കാർ നിർദ്ദേശമില്ലെന്നും ഉത്തരവുമായി മുന്നോട്ടു പോകുമെന്നും തീരുമാനത്തിന്റെ പോസിറ്റീവായ വശം മനസ്സിലാക്കണമെന്നും കെ ഇമ്പശേഖർ പറഞ്ഞു. എന്നാൽ ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കിയ നടപടിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഞായറാഴ്ചയിലെ ആരാധനകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്.